സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം. സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. സായുധ സംഘർഷങ്ങളും യുദ്ധങ്ങളും കണ്ട സിറിയയുടെ മണ്ണിൽ ഇരട്ട സഹോദരങ്ങൾ തിരുപ്പട്ടം സ്വീകരിച്ചു. ഡമാസ്കസ്. കഴിഞ്ഞ 13 വർഷങ്ങളായി സായുധ സംഘർഷങ്ങളുടെയും യുദ്ധങ്ങളുടെയും ഭീകരതയിൽ കഴിയുന്ന സിറിയയുടെ മണ്ണിൽ ഇരട്ട സഹോദരങ്ങൾ തിരുപ്പട്ടം സ്വീകരിച്ചു. അലേപ്പോയിലെ ലത്തീൻ അപ്പോസ്തോലിക വികാരിയാത്തിന്റെ അധ്യക്ഷനായ ബിഷപ്പ് ഹന്ന ജാലൂഫിന്റെ കൈവയ്പിലൂടെയാണ് ജോർജ് പൗളോ, ജൂണി ജാലൂഫ് എന്നിവർ അഭിഷിക്തരായത്. ചടങ്ങുകളിൽ 30 ഫ്രാൻസിസ്കൻ സന്യസ്തരും പങ്കെടുത്തിരുന്നു. 2012 2016 ഇടയിൽ സിറിയയിൽ യുദ്ധത്തിൽ വൻ നാശനഷ്ടങ്ങൾ നേരിട്ട നഗരമായ അലേപ്പോയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ 17 വർഷത്തിനിടയിലെ ആദ്യത്തെ പൗരോഹിത്യ സ്വീകരണമായിരുന്നു ഇത്. സഹോദരങ്ങൾ വൈദികരായി അഭിഷിക്തരായിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് സിറിയയുടെ ഫ്രാൻസിസ്കൻ സമൂഹത്തിൽ ഇരട്ട സഹോദരങ്ങൾ വൈദികരായി അഭിഷിക്തരാകുന്നത്. വിശുദ്ധ നാടുകളിൽ ഏറ്റവും കൂടുതൽ ഫ്രാൻസിസ്കൻ സന്യസ്ത വൈദികരുള്ളത് സിറിയയിലാണ്. 1860 ഡമാസ്കസിൽ വെച്ച് കൊല്ലപ്പെട്ട ഫ്രാൻസിസ്കൻ രക്തസാക്ഷികളുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിനത്തിലാണ് തിരുപ്പട്ടു സ്വീകരണം നടന്നതെന്ന് ശ്രദ്ധേയമാണ്. ജോർജും ജോണിയും അലേപ്പോയിലെ ഫ്രാൻസിസ്കൻ ഇടവകയിൽ അൾത്താര ബാലന്മാരായും മതബോധന അധ്യാപകരായും വിവിധ യൂത്ത് ഗ്രൂപ്പുകളിലും സജീവമായി പങ്കെടുത്തിരുന്നു. സിറിയയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവർക്ക് 15 വയസ്സായിരുന്നു. നഗരം നേരിട്ട വൻ ദുരന്തങ്ങൾക്ക് ഇവർ സാക്ഷികളായിരുന്നു. സിറിയയിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് 2 ലക്ഷത്തോളം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് ഏതാണ്ട് 25,000-ഓളം ക്രിസ്ത്യാനികൾ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.